സ്വന്തം നാടായ കേരളത്തിന് ഉപഭോഗ സംസ്ഥാനമെന്ന വിളിപ്പേര് നമ്മൾ ചാർത്തി കൊടുത്തിട്ട് കുറേ കാലമായി. ഓരോ ഘട്ടങ്ങളിലായി മലയാളി ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരോ നന്മകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷമ. നട്ടുനനച്ച് തളിർക്കുന്നതും പൂക്കുന്നതും കായ്ക്കുന്നതും കണ്ടു നിൽക്കാനുള്ള സാവകാശമൊന്നും നമുക്കില്ല. വാങ്ങി തിന്നുന്നത് മാത്രം ശീലമാക്കിയ നമ്മൾ സ്വയം കുഴിച്ച ചതിക്കുഴിയിൽ വീഴുകയാണെന്ന് നാം അറിയുന്നില്ല. അഥവാ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടിക്കുകയാണ്. കേരളത്തിലെ ഓരോ മാർക്കറ്റിലും ഇറക്കിക്കൊണ്ടിരിക്കുന്നത് വിഷക്കെട്ടുകളാണെന്നും നമ്മുടെ അടുക്കളയിൽ അവ പലതരം രുചിക്കൂട്ടുകളാൽ നമ്മെ മയക്കിക്കൊണ്ടിരിക്കുകയാണെന്നും നമുക്ക് അറിയാത്തതല്ല. നിത്യരോഗികളുടെ നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുമ്പോഴും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ ഉണ്ടല്ലോ എന്ന ആശ്വാസത്തിലാണ് നാം. അത്ര പോലും തൂമ്പയെടുത്ത് സ്വന്തം വീട്ടുവളപ്പിൽ ഒരു വെണ്ടയോ പാവലോ പടവലമോ നട്ടുപിടിപ്പിച്ച് അതിജീവിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നില്ല. വരുന്ന തലമുറയെങ്കിലും ഇത് തിരിച്ചറിയണമെന്ന നിശ്ചയദാർഢ്യത്തോടെയാണ് പാപ്പിനിശ്ശേരി EMS സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ കുറേ വർഷങ്ങളിലായി സ്കൂൾ കോമ്പൗണ്ടിലും വിദ്യാർത്ഥികളുടെ വീട്ടുവളപ്പിലും ജൈവ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാസവളം ചേർക്കാതെ, രാസ കീടനാശിനി തെളിക്കാതെ എങ്ങനെ മേത്തരം പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാമെന്ന് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലിവളം, മണ്ണിര കമ്പോസ്റ്റ്, കോഴിവളം, മത്സ്യവളം, പിണ്ണാക്ക്, വെണ്ണീര് തുടങ്ങിയ ജൈവ വളങ്ങൾ മാത്രമേ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ. കീടനിയന്ത്രണത്തിനാകട്ടെ വേപ്പിൻ കഷായം മാത്രം. ചീര, വെണ്ട, തക്കാളി, മുളക്, പാവൽ, പയർ, പടവലം, വഴുതിന, കുമ്പളം, വെള്ളരി, കാബേജ്, കോളിഫ്ലവർ എന്നീ കൃഷികൾ കൂടാതെ വാഴക്കൃഷിയും പപ്പായ കൃഷിയും സ്കൂൾ വളപ്പിൽ വർഷങ്ങളായി ചെയ്തു വരുന്നു. ഇലകൾ തിന്നു നശിപ്പിക്കുന്ന ചെറുപ്രാണികളെ നേരിടാൻ കൊതുക് ബാറ്റ് തന്നെ ധാരാളം.
സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന് ഉപയോഗിച്ച ശേഷം ബാക്കിയാവുന്ന വിളവുകൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യ നിരക്കിൽ വിതരണം ചെയ്യുന്നു. സൗകര്യത്തേക്കാൾ സമയത്തേക്കാൾ സന്നദ്ധതയാണ് നമുക്ക് ആദ്യം വേണ്ടതെന്ന് കുട്ടികൾ നമ്മോട് പറയുന്നു. വിഷം തീനികളായി മാറിക്കൊണ്ടിരിക്കുന്ന മലയാളിക്ക് കൊച്ചു കുട്ടികൾ നൽകുന്ന അതിജീവന മന്ത്രം, അതെ, അതാണ് ഈ ഹരിത വിദ്യാലയം.